ഹേയ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിനെന്തായാലും എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ പറയാം. ആരെക്കുറിച്ചാണെന്ന് വെച്ചെങ്കിൽ സ്പൈക്കുട്ടൻ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഫേമസ് ആയിരിക്കുന്ന നമ്മുടെ സ്പൈക്കുട്ടനെ കൊണ്ടാണ് ഒരാൾ വന്നിരിക്കുന്നത്. കള്ളത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിക്ക്. ഇത് എല്ലാവർക്കും മനസ്സിലായി കൊച്ചു പറയുന്നത് കള്ളത്തരമാണ്. അവിടെ ഇവിടെ തൊടാത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ കുറേ കള്ളിച്ചി എന്ന് പറഞ്ഞ ആൾ കള്ളത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എൻ്റെ അടുത്ത് പറയുമല്ലോ നല്ലോണം പഠിച്ചിട്ട് വരാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളൂ. അത് നീ കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഇടുമ്പോൾ ഒരു ബന്ധമില്ലാത്ത രീതിക്കാവും. എന്തായാലും ആവട്ടെ, ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സ്പൈക്കുട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോഴാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് മാനു ഒരു സെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഫുഡ് വാങ്ങിച്ച് ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്പൈക്കുട്ടനും ഒരു കൂട്ടുകാരനും കൂടി ഉണ്ട്. മാനുവിൻ്റെ കൂടെ യൂണോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പയ്യനെ കാണുന്നത്. ഞാൻ അപ്പം മിണ്ടാനൊന്നും നിന്നില്ല. മാനു ഫുഡ് വാങ്ങിച്ചു പോയി, ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടീനെ എൻ്റെ ഫ്ലാറ്റിലേക്ക് വിടും. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സ്നേഹം കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെ വിടുന്ന സമയത്താണ് ഇവനെ ഞാൻ ഒരു വട്ടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്നെ ഇങ്ങനെ വിട്ടിട്ടുണ്ട് മാനുക്കാക്ക നോക്കാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്കല്ലേ സേഫാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വരണം എന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഒരു പോലീസൊക്കെ ആയിട്ട് എൻ്റെ ഫ്ലാറ്റിൽ വന്ന് അവൻ എൻ്റെ കാണാണ്ട് വീഡിയോ ഒക്കെ എടുത്തത്. അത് ഞാൻ എടുപ്പിച്ച വീഡിയോ ആണ്. എന്താ ചെയ്യാനാ, ഞാൻ വീഡിയോ എടുപ്പിച്ച് ഞാൻ അവനെ വിളിച്ചു വരുത്തി, ഞാൻ അവൻ്റെ ഫോണിൽ കാണിച്ച്, ഞാൻ അവൻ്റെ അടുത്ത് കേസ് കൊടുക്കാൻ പറഞ്ഞ്, ഫസ്മിൻ്റെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞ്, എല്ലാം ഞാൻ ചെയ്യിപ്പിച്ചതാ. എന്താന്നില്ലേ. അപ്പം നമുക്ക് ആ ഇൻ്റർവ്യൂ കേട്ടുകൊണ്ട് എല്ലാ തെളിവുകളും ഇടാം. ഓക്കെ 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 അപ്പോൾ നമുക്ക് ആ വീഡിയോ ഞാനിവിടെ ഫ്രണ്ടിൽ കൊടുക്കുന്നില്ല, കാരണം അത് മതിയല്ലോ കോപ്പിറൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ കേട്ടുകൊണ്ട് കാര്യങ്ങൾ കേൾക്കാം കേട്ടോ. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കതിനകത്ത് മോഹം കാണാൻ പറ്റുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രായപൂർത്തിയുണ്ടല്ലോ. എത്ര വയസ്സുണ്ട്? 15. 18 വയസ്സാണ്. അത് മാത്രമല്ല അവരുടെ വീട്ടുകാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നേരെ കാണിക്കുന്നതിന്. കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അതെ, പ്രശ്നങ്ങളില്ലാണ്ടിരിക്കൂലല്ലോ. അമ്മാതിരി പണിയല്ലേ മോൻ ചെയ്തു വെച്ചത്. കാണാണ്ടൊരു പെണ്ണിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് വീഡിയോ എടുക്കുക, കാണാണ്ടൊരു പെൺകുട്ടി ഇറങ്ങി പോകുമ്പോൾ അത് വീഡിയോ എടുക്കുക. അതെ, അത് നാണക്കേടാണ്. ഓൾസോ കഴിഞ്ഞ ദിവസം സഫയുടെ വീഡിയോയിൽ സ്പൈക്കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്പൈക്കുട്ടൻ എന്നല്ല അറിയപ്പെടുന്നത്. അതെ, ഓക്കെ. സ്പൈക്കുട്ടൻ അല്ലാണ്ട് ഇരിക്കൂലല്ലോ. കാരണം കാണാണ്ട് അറിയാണ്ടൊക്കെ വന്ന് എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അവനെ ഞാൻ പിന്നെ എന്താ വിളിക്കുക? അപ്പം അതുകൊണ്ടാണ് ഫേസ് കാണിക്കാറ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്തെങ്കിലും ചോദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ, പറയുന്നതിന്. ഓക്കെ. സോ ആദ്യം എനിക്ക് ചോദിക്കാറുണ്ട്, സഫേനെ എത്ര നാളായിട്ട് അറിയാം? കുറച്ച് ദിവസമായിട്ട് അറിയാം. കുറച്ച് മാസം, ഒരാഴ്ച 2 ആഴ്ച തികച്ചറിയത്തില്ല എന്ന് തോന്നുന്നു. മാനുവിന് പരിചയപ്പെട്ട ആളാണേ, മാനുവിൻ്റെ കൂടെ വന്നതല്ലേ. ഈ ഒരു സമയത്ത് തന്നെയാണ് മാനുവിന് ഇൻ്റർവ്യൂ എടുത്തത്. ഈ സെയിം ഡ്രസ്സാണ് ഫസ്മിന് ഇട്ടിട്ടുള്ളത്. സെയിം ഡേ തന്നെയാണ് അവരുടെ ഇൻ്റർവ്യൂ. അപ്പോൾ രണ്ടാളും കൂടി കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ തോണ്ടാത്ത രീതിയിലാണ് തോന്നുന്നു കഥ പറഞ്ഞു കൊടുത്തത്. എന്തായാലും ബാക്കി കാണാം. സഫേനാണോ അതോ സഫയുടെ ഭർത്താവായിരുന്ന മെഹനാസിനാണോ ആദ്യം അറിയുന്നത്? മൈനാസിന്. അതവൻ സത്യം പറഞ്ഞു. ഫസ്റ്റ് എന്ന് വന്നു, എന്നാലും മെഹനാസ് എന്ന് പറഞ്ഞു. ഓക്കെ. ഇവിടെ വീടിന്റെ അടുത്തുനിന്ന് എത്ര അകലുണ്ട് ഇവരുടെ വീട്ടിലോട്ട്? കുറച്ചേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട് കാണാൻ പറ്റും. ആ, അതൊക്കെ സത്യം പറഞ്ഞു. ഓക്കെ. അപ്പൊ സഫ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടായിരുന്നോ? കണ്ട്. ഓക്കെ. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ വീഡിയോ ഇട്ടത് സമ്മതത്തോടെയാണോ വീഡിയോ? അല്ല, അവൻ്റെ സമ്മതത്തോടെയാണ്. ഞാൻ നിങ്ങൾക്കൊരു റെക്കോർഡ് കേൾപ്പിച്ചു തരാം കേട്ടോ. ആ കോളർ റെക്കോർഡിൽ ഇവൻ സംസാരിക്കുന്നതെല്ലാം ഉണ്ട്. കാരണം ഞാൻ ആ വീഡിയോനകത്ത് ഇവൻ്റെ അമ്മ സംസാരിക്കുന്ന അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ അവർ പറയുന്നത് അമ്മയുടെ വീഡിയോ എടുത്തത് അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അറിയാണ്ട് എൻ്റെ വീഡിയോ എടുക്കുക. ഞാൻ അവരുടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് അത്ര മര്യാദയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ വോയിസ് റെക്കോർഡ് കേൾക്കാം. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ചോദിക്കാണ്ടാണോ ഇട്ടേന്നുള്ളത്. ഓക്കെ. ഹലോ, ആ പറയടാ. ഇപ്പൊ എന്റെ വീഡിയോയിൽ ഫോട്ടോ കാണണ്ടോ? അതെ, എന്റെ ഫോട്ടോ കാണുന്നുണ്ടാന്ന്. എവിടെ? എന്റെ മോൻ കാണുന്നുണ്ടാന്ന്. ഇല്ല. അമ്മ ചോദിക്കുന്നുണ്ട് നീ കരയണ എന്തിനാടാ? ചെയ്ത് വെച്ചത് അമ്മാതിരി തെണ്ടിത്തരമാണ്. എന്നിട്ട് ലാസ്റ്റ് അമ്മ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്നത്. പറയാം. ഹലോ, പറടാ. ഇല്ലടാ, കാണിക്കൂ. നിന്റെ ഫോട്ടോ കാണിക്കൂല. ഇത്ര ചെറിയ പിള്ളേരെ വെച്ചിട്ടാ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണിക്കാൻ, അത്രേ ഉള്ളൂ. നിന്റെ മുഖം ഞാൻ കാണിക്കൂല.
ഞാനാ ചെയ്യിപ്പിച്ചെങ്കിൽ ഞാൻ പറയോ? ചിന്തിച്ചാൽ മതി, അടുത്ത റെക്കോർഡ് ചെയ്യിപ്പിക്കും. ഹലോ, ബോഡി കൂടി മറക്കാൻ പറ്റുമോ? എന്ത് ബോഡിയും കൂടി? നീ എന്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോ നീ എന്നെ മറച്ചിട്ടാണോ കൊടുത്തേ? അവൻ മനസ്സായിട്ടാട്ടോ അയച്ചു കൊടുത്തേ മെഹനാസിന്. പാവം, മനസ്സായിട്ട് അയച്ചു കൊടുത്തോളൂ. അറിയാണ്ടൊരു പെണ്ണിന്റെ വീഡിയോ എടുത്തിട്ട് മനസ്സായിട്ട് അവൻ അയച്ചു കൊടുത്തോളൂ. നീ എന്താ മനസ്സായിട്ട് അവര് വീഡിയോ എടുക്കൂലെന്ന് വിചാരിച്ചാ? ഇപ്പൊ മേനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞ നിന്റെ അടുത്ത്? എന്ത് ഒന്നും പറ്റൂല? ആ വീഡിയോ മേനെ ഇട്ടില്ലാന്ന് പറഞ്ഞല്ലേ? മനസ്സായിട്ട് നീ ആകെ ഒരാൾക്ക് അയച്ചു കൊടുത്തോളൂ. പിന്നെ ആ വീഡിയോ വേറെ എവിടെ നിന്ന് ലീക്ക് ആവാനാ? അറിയാലോ നിനക്ക്. ഓക്കെ എന്നാ. ചെക്കനെല്ലാം അറിയാം. വൺസായിട്ട് അടിച്ചു കൊടുത്തത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചപ്പോൾ അവൻ പറയാം സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ടാവുന്നു. അതുവരെ ചെക്കനറിയാം. നെക്സ്റ്റ് റെക്കോർഡ് കേൾപ്പിച്ചുതരാം. എന്താടാ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാ. വീഡിയോ ഇട്ടത് അവൻ അറിഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്, ചേച്ചി മുഖം കാണിക്കല്ലേ, ചേച്ചി ബോഡി കാണിക്കല്ലേ. എന്നിട്ട് വീഡിയോ ഇട്ടത് അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. നീയാന്ന് മനസ്സിലാവില്ലടാ. ഓ, ഇക്കാക്ക് മനസ്സിലായിക്കോട്ടെ. ഇനി എന്തിനാ ഇക്കാകാനെ നീ കൂട്ടിന് വേണോ? ഏതിത്താ? ഓ അത് ശരി. ശരി, നീ അത് മനസ്സിലാവാത്ത രീതിയിൽ വെച്ചോളാം ഞാൻ. ഓണർത്താക്ക് മനസ്സിലാവും, അങ്ങനെ ഇടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഫേസ് കാണിക്കാത്ത രീതിയിൽ ഇടാടാ. അപ്പോൾ ഓക്കെ. എന്നാലും അവൻ എഡിറ്റ് ചെയ്ത് അറിഞ്ഞിട്ടില്ല. വീഡിയോ ഇട്ടപ്പോഴാണ് അവൻ കാണുന്നേ. ഓക്കെ, വീഡിയോ സെൻഡ് ചെയ്ത് തരുമെന്ന്. എന്നിട്ട് വീഡിയോ ഇട്ടപ്പോഴാണ് അവൻ അറിയണേ. യൂട്യൂബിലിടാം. യൂട്യൂബില് ഞാൻ ലിങ്ക് ഇട്ടരാം. ഓ, ഇല്ല ഇല്ല ഇല്ല. എടാ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തേടാ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്നും കാണിക്കൂലോ. അതിന് തൊട്ട് മുന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞോളൂ ഇത്താത്ത എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുമോ, എനിക്ക് റീച്ച് ആവണം എന്ന്. ഇത്ര റീച്ച് ആയാൽ മതി ഹോസ്പായിക്കൂട്ടാ, ഇനി റീച്ച് ആവണോ? അപ്പം ഇതാണ് വോയിസ് റെക്കോർഡ്. അവൻ എഡിറ്റ് ചെയ്ത് അറിഞ്ഞിട്ടേ ഇല്ല. വീഡിയോ ഇട്ടപ്പോഴാണ് കാണണേ. ഓക്കെ, കേട്ടല്ലോ നിങ്ങൾ. പിന്നെ അവൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ എയർപ്ലെയിൻ മോഡിൽ ഇട്ടു, കാരണം വേഗം എഡിറ്റ് ചെയ്യാൻ പോയി. കാരണം എനിക്ക് വേഗം എഡിറ്റ് ചെയ്ത് ഇടണമായിരുന്നു. കേൾക്കാം, ബാക്കി കേൾക്കാം. വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരി ആ വീഡിയോയിൽ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് ഈ പറയുന്ന സഫയുടെ ലല്ലുവിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ലല്ലു ഒരു ഇതിന്റെ അവിടെ നിൽക്കുന്നു, സഫയുടെ വീടിന്റെ അവിടെ നിൽക്കുന്നു. രണ്ട് സ്ഥലമാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിച്ചായിരുന്നു ഒരേ സ്ഥലമാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള രണ്ട് സ്ഥലം സെയിം സ്ഥലം തന്നെയല്ലേ? അതെ. ഓക്കെ. അപ്പൊ ആ രണ്ട് വീഡിയോ നീ തന്നെയാണോ എടുത്തത്? അത് രണ്ട് വീഡിയോ അവൻ തന്നെ എടുത്തേന്ന് കേട്ടോ. വീഡിയോ കോളിലാണോ എടുത്തത്? മീൻസ് വീഡിയോ കോളിൽ മെഹനാസിനെ കാണിച്ചതാണോ അതോ അല്ലാണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതായിരുന്നോ? ക്യാമറയിൽ. വീഡിയോ കോളിലാണ് എടുത്തത്, ക്യാമറ ഷൂട്ട് ചെയ്തത്. എന്ത് ചോദ്യാ പൊന്നു മോളെ. റമദാൻ മാസം ഞാൻ കുറച്ച് ഡീസൻ്റായിട്ടൊക്കെ പറയുള്ളൂ. കളിച്ചി. ഇത് ഞാൻ പറഞ്ഞുതരാം, ഇതിനുള്ള മറുപടി തരാം. ഇവനെന്താ പറഞ്ഞ രണ്ട് വീഡിയോ അവനാ എടുത്തതെന്നല്ലേ? കേൾപ്പിച്ചുതരാം. പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലോണം പറഞ്ഞു കൊടുക്കണ്ടേ? കാരണം രണ്ട് കുരുട്ട് ബുദ്ധിയുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയതല്ലേ. അപ്പോൾ നല്ലോണം പറഞ്ഞു കൊടുക്കേണ്ടതല്ല ആ ചെക്കന്. നിങ്ങൾ ആ ചെക്കനെ ഇടങ്ങേറാക്കിയില്ലേ. ഞാൻ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ ഒരു സീനുണ്ട് സ്റ്റെപ്പിൽ നിന്ന്. അതിലിവിടെ എത്തുമ്പോൾ ഞാൻ ഒരു ചോദിക്കുന്നുണ്ട്, ഇതിലെവിടെ ഇതിലേത് ഭാഗത്തെ ലല്ലു ഉണ്ടായത്? ലല്ലു നിന്ന സൈഡ് ഏതാ? അതായിക്കോട്ടെ. ലല്ലുടെ വീഡിയോ പിന്നെ ആരംഭിച്ചത് നിന്റെ ഫോണിൽ വന്നത് എങ്ങനെ? നിന്റെ ഫോണിൽ പിന്നെ എങ്ങനെ? ഏത് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? കാണിച്ചു തന്നെ. എന്തിനാ നീ ഇങ്ങനെ നോട് പറയണ? ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് അവൻ ഡൗൺലോഡ് ചെയ്തതാണ്. എന്താ ഫസ്മീന ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ചെക്കൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട വീഡിയോ ലല്ലുൻ്റെത്, അവൻ എടുത്തതല്ല. ഉഷോ, സ്ക്രിപ്റ്റ് മാറിപ്പോയല്ലോ. എൻ്റെ മുന്നിട്ട വീഡിയോ കൂടി നോക്കിയിട്ട് വേണ്ടേ അവന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ?
നീ വലിയ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി പറയുന്ന ആളല്ലേ. ഇവിടെ എന്ത് പറ്റി നിനക്ക് മിസ്റ്റേക്ക് പറ്റാൻ കാരണം? നീ ഇമാതിരി തെണ്ടിത്തരം ചെയ്യണ വീഡിയോ ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രക്ക് തരം താഴ്ന്ന് നീ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. രണ്ട് സ്ഥലം സമയത്ത് അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? കാണിച്ചതാണോ അതോ അല്ലാണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതായിരുന്നോ? ക്യാമറയിൽ ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? ആരും കണ്ടില്ല. അപ്പൊ പിന്നെ സഫ നിന്റെ അടുത്തോട്ട് തന്നെ വന്നിട്ട് ആ വീഡിയോ പ്രശ്നമാക്കാൻ കാരണം എന്താ? വീഡിയോ എടുത്ത സമയത്ത് ആരും ഉണ്ടായില്ല എന്നാണ് ചോദിച്ചേ. അവിടെ ഇല്ലാത്ത ആൾക്കാരുണ്ടായില്ല, നാട്ടുകാർ മൊത്തം ഉണ്ടായി. അത് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ ചോദിക്കുന്നുണ്ട്, എടാ അവിടെ ആരൊക്കെ ഉണ്ടായി? അപ്പം പറഞ്ഞു ഇന്ന ആൾക്കാരുണ്ടായി, ചേച്ചിയുടെ പുറത്ത് എല്ലാവരും ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഞാൻ കാറിൽ നിന്ന് ബാഗ് എടുത്തോണ്ട് പോയപ്പോൾ ഇവിടെ താഴെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാരുണ്ടായില്ലേ? ആ, വേറെ ആരൊക്കെ ഉണ്ടായി? ചേച്ചി ഉണ്ടായി. ചേച്ചി ഒറ്റയ്ക്ക് ഒന്നല്ല ബാഗ് എടുത്തേ. വേറെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാർ, എൻ്റെ ഡ്രൈവർ ഉണ്ടായില്ലേ? പിന്നെ നാട്ടുകാർ ഫുൾ ഉണ്ടായില്ലേ? കേട്ടില്ലേ? നാട്ടുകാരുണ്ടായില്ലേ? അപ്പോൾ അവൻ പറയുന്നത് ഡെപ്പർ ഫുള്ളുണ്ടായിരുന്നു. ഇപ്പം അവൻ വീഡിയോ എടുത്തപ്പോൾ ആരും ഇല്ല അത്രേ. യാറപ്പേ, ഫസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് കേൾക്കായിരുന്നു നിങ്ങൾക്ക്. കുട്ടിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദ പറഞ്ഞു കൊടുക്കണമായിരുന്നു. വളരെ മോശം, ചെക്കനെ മോശനാക്കി. രണ്ട് സ്ഥലം അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? പിന്നെ നിന്റെ അടുത്തോട്ട് തന്നെ വന്നിട്ട് ആ വീഡിയോ പ്രശ്നമാക്കാൻ കാരണം എന്താ? നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വീഡിയോ പ്രശ്നമാക്കാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ആ റീല് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാരായിരിക്കും വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നത്. കാരണം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു കൂട്ടം പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി പറഞ്ഞിട്ടാകും വീഡിയോ എടുത്തതെന്നാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാത്തത് ഇവൻ്റെ അമ്മ പറഞ്ഞു ആ കുട്ടീനെ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ ഈ ചെറിയ പിള്ളേരെ കൊണ്ട് കേസ് കൊടുക്കണമായിരുന്നു. ഞാൻ ചെയ്തത് ആ തെറ്റ് സത്യം പറഞ്ഞെങ്കിൽ. വയ്ക്കാം. അപ്പോൾ ഈ സംഭവം കണ്ടു കഴിഞ്ഞ് വീഡിയോ എടുത്ത് കഴിഞ്ഞ് താല്പര്യം അയച്ചു കൊടുത്തായിരുന്നോ? സഫാന്ന് പറഞ്ഞാൽ എന്നോട് എനിക്ക് അയച്ചു കൊടുക്കും. സഫ വന്ന് മെഹനാസിന് അയച്ചു കൊടുക്കുക. സഫ മെഹനാസിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞോ? അതെന്തിനാണ്? അറിയില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ വോയിസ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഇപ്പം പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു, ഞാൻ പറഞ്ഞിട്ട് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് കൊടുത്തു, ഞാൻ പറഞ്ഞു ഫസ്മിനെ കൊണ്ട് ഇൻ്റർവ്യൂ എടുക്കാൻ, ഞാൻ നുണ പഠിപ്പിച്ചു. വാട്ട്സപ്പ് പറയുന്നില്ല ഗൈസ്. ഞാൻ അമ്മേൻ്റെ വോയിസ് റെക്കോർഡ് കൊടുക്കാം. അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ, അന്റെ പറ. മോനെ ആരാണ് വീഡിയോസ് ഇട്ടുന്നത് ഇൻസ്റ്റാഗ്രാമില്? ഒരു നിശാൽ എന്ന് പറഞ്ഞിട്ടൊരാള്. നിശാൽ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അതെങ്ങനെ ചെറുക്കൻ്റെ വീഡിയോ കിട്ടി? അത് ഇവൻ മെഹനൂന് അയച്ചു കൊടുത്തില്ലേ? അല്ല, ഞാനിപ്പോ ചെറുക്കനെ വിളിച്ച കാര്യം ചോദിച്ചല്ലേ. ഇവനെ കൊണ്ട് മുതലെടുത്തിട്ട് ഞാൻ ചെയ്യിക്കണെന്ന് വെച്ചപ്പോ ചേച്ചി ഞാൻ ആർക്കും വീഡിയോസ് അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ പൊന്നേച്ചി, ചേച്ചി ആരെ വിശ്വസിക്കണേ? അയാളെയോ? മെഹനാസിനെയാണ് ഇപ്പൊ വിശ്വസിക്കണേ? ഈ ഭാര്യ എനിക്ക് വിശ്വാസമില്ല. എന്റെ പൊന്നേച്ചി വായ തുറന്നാ നോണ അല്ലാണ്ട് പറയൂല. നോണയാണ്. മേനൂന് മാത്രം അയച്ചു കൊടുത്ത വീഡിയോ പിന്നെ എങ്ങനെ ലീക്കായി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഞാനിപ്പോ ചോദിച്ചേ, നിനക്ക് മാത്രം അയച്ചു വീഡിയോസ് പിന്നെ എങ്ങനെ ലീക്കായി? നോണ പറയണേ. കളിച്ചുവിടുന്നതാന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ ചേച്ചി ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ. നോണ. എന്റെ പൊന്നേച്ചി വായ തുറന്നാ നോണ പറയത്തുള്ളൂ. ഞാൻ നല്ലത് പറയാൻ വേണ്ടി ഫോൺ എടുത്തു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചേച്ചി എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞു പുറത്തിറക്കാത്ത രീതിയിലാക്കി കളഞ്ഞല്ലേ പേരടകത്ത്. പുറത്തിറങ്ങി നാട്ടുകാർ തല്ലിക്കൊല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇവനെ. അപ്പൊ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂല എന്നൊക്കെ പറയണം. ഓ നല്ല ആളാ. എന്നെ സോഷ്യൽ മീഡിയക്ക് തിന്നാനിട്ട് കൊടുത്ത ആളാ ഈ നിഷാൽ എന്ന് പറഞ്ഞ ഈ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ്. അതെ അതെ, നിഷാലല്ലേ? അതോർത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട. സോഷ്യൽ മീഡിയ എന്നെ സമാധാനിപ്പിച്ച് എൻ്റെ അടുത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ അമ്മയും മകനുമാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ തല്ലിന്ന് പറഞ്ഞ കേസ് കൊടുത്തത്. ബാക്കി കേൾക്കാം. അത് ഇല്ലാത്തൊരു വീഡിയോ മീൻസ് ഞാനൊരു വേറെ വീഡിയോ ഇതൊരു വേറെ വീഡിയോ കൂടി കൂട്ടി ചേർത്തിട്ട് CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാളെടുത്ത വീഡിയോസ് എങ്ങനെ കിട്ടി? ആരെടുത്ത വീഡിയോ? അതിനടിയിൽ കിടക്കുന്ന വീഡിയോ ആരുടെ? അതറിയില്ല. അത് ഇവന്റെ ഫോണിൽ നിന്ന് കിട്ടിയതാ. അത് ഇവന്റെ ഫോണിലല്ല വീഡിയോസ്. അവന്റെ ഫോണിൽ
അടിയിലെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ലല്ലുവിൻ്റെ വീഡിയോ, അവൻ്റെ മുകളിൽ എൻ്റെ വീഡിയോ. അപ്പോൾ അത് അവൻ്റെ ഫോണിലില്ല എന്നാണ് പറയുന്നത്, അവൻ അറിയത്തുമില്ല. അവന്റെ ഫോണിൽ നിന്ന് കിട്ടിയതാ 2 വീഡിയോസോ? അതെ അതെ, 2 വീഡിയോസ് ഇവന്റെ ഫോണിൽ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇവനത് അറിയാൻ പോലും പാടില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ അവന്റെ അടുത്ത് അവന്റെ മുന്നിൽ നിന്നല്ല ഞാൻ ചോദിച്ചിട്ട്, ഞാൻ വീഡിയോ അടക്കം കൊടുത്തിട്ടുണ്ട്, അവന്റെ ഫോൺ നോക്കണം. അമ്മ മോൻ പറയുന്ന എല്ലാം കേട്ടിട്ടുള്ളുന്നു, അതെനിക്ക് പറയാനുള്ളൂ. ഈ ചെറുതിലേ അമ്മ ഇതുപോലെ മോനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വലുതാകുമ്പോൾ ചിന്തിക്കാനുള്ളതുള്ളൂ. താഴത്തെ വീഡിയോ മേനും അയച്ചു കൊടുത്തതാണ്. ഇവൻ എന്തൊക്കെ നുണകളാണ് അമ്മക്ക് പറഞ്ഞു കൊടുക്കണേ. അമ്മ അതിൽ കൂടെ ഇടുന്നുണ്ട് കയ്യിന്ന്. ഒരു പ്രശ്നമില്ല, 2 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഞാൻ പുറത്തിറക്കാതെ ഇരിച്ചൊക്കെ അകത്ത് തന്നെ. ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലിരുത്താൻ തന്നെ ആയിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലാലോ. അത് അവളെയാണ് 2 വർഷത്തിനടക്ക് ഞാൻ ഈ 2 മാസം ഒന്ന് ഒരു വീട്ടിൽ കൊച്ചിനെ നോക്കാൻ നിന്ന് പണിയാൻ പോയതാ. അപ്പോഴാണ് ഞാൻ ഇല്ലല്ലോ സർക്കിട്ട് അവരെ തെക്കോട്ട് മുടക്കോട്ട്. അപ്പൊ പുറത്തിറങ്ങിയ ഇനി ഇവര് പുറത്തിറങ്ങാൻ നല്ല കൂട്ട് നോക്കി പിടിക്കാം. ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇമ്മാതിരി കേട്ട ഒരാളുടെ കൂടെ കൂട്ടുകൂടണമെങ്കിൽ. അമ്മ പറഞ്ഞിട്ടില്ലേ പുറത്ത് വിടുന്നില്ല, കളിക്കാൻ വിടുന്നില്ല. ആ അമ്മയാട്ടോ കുട്ടീനെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂക്ക് ഇരുത്തിയത്. കള്ളങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇതിലും വലിയ കള്ളങ്ങളായിരുന്നു പറയാം. അത് ഞാൻ അവനെ ഞാൻ ബ്ലർ ചെയ്തിട്ടുള്ളൂ, പേടിക്കണ്ട പറഞ്ഞേ. ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാ? അങ്ങനെയൊന്നും ഇടല്ലേ. ഇല്ല, അവനൊന്ന് പബ്ലിഷ് ചെയ്യില്ല, ഞാൻ ബ്ലർ ചെയ്തിട്ടുള്ളൂ. ഇത് ഇത്രയും അങ്ങനൊന്നും ഇടല്ലേ. എൻ്റെ ഇടാം, എൻ്റെ വീഡിയോ അറിയാണ്ട് എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വരുന്നതൊക്കെ ഇടാം. അതിനൊന്നും വിഷയമല്ല അമ്മക്ക്. മോൻ്റെ വീഡിയോ ഇടുന്നതിനാണ്. ഈ തെക്കന്മാരെ പറ്റിച്ചിട്ടാണ് ചെയ്യണേന്ന് എനിക്ക് അറിയിക്കണമല്ലോ. അവന്റെ മുഖം ഞാൻ ഇടൂല, അത്രക്കും മേനോന്റെ സ്വഭാവം ഒന്നും ഇല്ല എനിക്ക്. അങ്ങനെ കണ്ണിച്ചോരില്ലാത്ത ഒരാളൊന്നും അല്ല ഞാൻ. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ആ പെൺകൊച്ചിനെ തല്ലി കൂട്ടൂന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ പോയോ? ഇല്ലല്ലോ. ആ പെൺകൊച്ചെന്ന് ഉദ്ദേശിച്ചത് ഇവന്റെ കൂടെ വീഡിയോ എടുക്കാൻ നിന്നൊരു കുട്ടിയാട്ടോ. കാരണം എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു, തല്ലട്ടെന്ന് എനിക്ക് വിചാരിക്കായിരുന്നു. ഞാൻ പോവാത്ത എന്തോ ഞാനിവിടെ എപ്പോഴും അങ്ങോട്ട് ആ ചെറുക്കൻ വിളിക്കുമ്പോ പോകുമ്പോ ഞാൻ എപ്പോഴും പറയൂരി അങ്ങോട്ട് പോകല്ലേ. അതൊരു പെൺകുട്ടി ഇങ്ങനത്തെ ഇതിലേക്ക് വരും, ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ ഒറ്റക്ക് വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതില് പറ്റിപ്പോയിട്ട് പറഞ്ഞിട്ടാരും കേട്ടോ. അവരാ വീഡിയോസ് ഇടുകയാണെങ്കിൽ എനിക്കൊന്ന് ഇട്ടാൻ കേട്ടോ, അങ്ങനെയൊന്നും ഇടാനൊന്നും കാണാനായിട്ട്. അമ്മയും പറഞ്ഞു വീഡിയോസ് എനിക്കൊന്ന് ഇട്ടെന്നെന്ന്. എന്റെ നമ്പർ വേണമെങ്കിൽ എഴുതി എടുത്തോ, എന്തിനുണ്ടെങ്കിൽ അതിനകത്ത് വിളിച്ചാൽ മതി. ശരി. ഇതാണ് ഗൈസ് അമ്മേൻ്റെ വോയിസ്. ഇവൻ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇത് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തതെന്ന്, പിന്നെ പറയുന്നു മേനു പറഞ്ഞിട്ടാണ്, പിന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന്. ഓക്കെ കേൾക്കാം. സഫ പറഞ്ഞു മെഹനാസിന് അയച്ചു കൊടുക്കാൻ. സഫ മെഹനാസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞോ? അതെന്തിനാണ് അതറിയില്ല. ഓക്കെ, അപ്പം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് സഫ വീട്ടിലോട്ട് വിളിച്ചെന്ന് പറയുന്നുണ്ട്. സഫ വീഡിയോയിൽ പറയുന്നത് നിന്റെ വീട്ടിലോട്ട് വിളിച്ചു, അത് കഴിഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് വെച്ചു. നീ മനഃപൂർവ്വം വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതാണ്, മെഹനാസിന് ഈ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. നീ മെഹനാസിന്റെ സ്പൈ ആണെന്നാണ് പറയുന്നത്. മെഹനാസ് ഏർപ്പെടുത്തി വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? മെഹനാസ് ഏർപ്പെടുത്തിയായിരുന്നോ? ഇല്ല, അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം വീഡിയോ എടുത്തോ? വീഡിയോ എടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തെറ്റിയാണ്. സഫ പറഞ്ഞിട്ടല്ലേ വീഡിയോ എടുത്തേ, നീ ഇതും തെറ്റിച്ചെങ്കിൽ പണി ആയേനെ. സഫ വീഡിയോ എടുക്കാൻ പറഞ്ഞു, ആർക്ക് അയച്ചു കൊടുക്കാൻ? മെഹനാസിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവും. വമ്പൻ ട്വിസ്റ്റ് ആണ് കേട്ടോ. വമ്പൻ ട്വിസ്റ്റ് അല്ല അടി കളിജി, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ശരിയായില്ല. ആൾക്കാർ എടി കളിജി അതല്ല അടി, നീ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് ശരിയായില്ല അടി. കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ കുട്ടിക്ക്. രണ്ടാളും ഉണ്ടല്ലോ അവിടെ, വേറെ മെഹനാസും ഉണ്ടല്ലോ. രണ്ടാൾക്ക് കഥ ഉണ്ടാക്കാനും നല്ല ആൾക്കാരല്ലേ, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണ്ടേടോ. കുട്ടീനെ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് നാണം കിടത്തിയില്ല. ഇനി കൊച്ചു എങ്ങനെ നടക്കുമടേ പുറത്ത്. പേര് ഞാൻ പറയുന്നില്ല ചെക്കൻ്റെ, എല്ലാവർക്കും അറിയാം, സൗണ്ട് കേട്ടറിയാലോ. എടുത്തു കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയല്ലോ സഫയുടെ? സഫ വിളിച്ചിട്ടാ പോയത്. സഫ വിളിച്ചിട്ടാണ് പോയത്. ആ വീട്ടിൽ പോയിട്ട് ഈ വന്നേക്കുന്ന വീഡിയോ പോലെയാണ് ഒറിജിനലി അവിടെ നടന്നത്? അല്ല, ഒറിജിനലി നടന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ? അതിന് ഫസ്റ്റ് ഫോൺ വിളിച്ച്, അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ വരാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ ആന്ന് പറഞ്ഞു വിട്ട്. എന്റെ അമ്മ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു.
അത് അവൻ പറഞ്ഞത് നേരാണ്, അത് ഞാൻ റെക്കോർഡ് കേൾപ്പിച്ചു തരാം, ഞാൻ വിളിച്ചതാണ്, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവൻ തന്നെയാണെന്ന് മനസ്സിലായിട്ട് ഞാൻ തന്നെ വിളിപ്പിച്ചതാണ്. ഈ ഒരു കാര്യത്തിന് ഞാൻ വിളിപ്പിച്ചായിരുന്നു. നീ ഇവിടെ ഉണ്ടോ? ഒന്ന് വരാൻ പറ്റോ? എന്താ ഒരു കാര്യം പറയാനാ. അയ്യോ ഞാൻ ഫുഡ് കഴിക്കണേ. അപ്പൊ ഇവിടെ ഉണ്ടോ പറഞ്ഞു. ഇവിടുന്ന് വീട്ടിൽ ഫുഡ് കഴിക്കണേ. ആണോ? 5 മിനിറ്റ് ഒന്ന് വരോ? 5 അല്ല ഒരു കാര്യം പറയാനാ. പറഞ്ഞോ. അല്ല ഫോണിൽ കൂടെ പറയണ നീ വാ. അമ്മ ചോദിക്കും ആരാടാ. അപ്പോൾ അത് ഞാൻ ഞാൻ അവനെ വിളിച്ചു വരുത്തിയതാണ്. അത് ഞാൻ ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായി സ്പൈക്കുട്ടനാണ് വീഡിയോ എടുത്തേക്കുന്നതെന്ന്. വേറെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടായില്ല, കറക്റ്റ് ഇവനെ ഡൗട്ട് ഉണ്ടായി. കറക്റ്റ് ഇവൻ്റെ ഫോൺ ഞാൻ നേരെ വാങ്ങിക്കുന്നു, കാര്യം കേൾപ്പിക്കുന്നു, ഓക്കെയാണ്. ഇത് ഇവൻ പറയുന്ന ഒരു മികച്ചമായ ഒരു സത്യസന്ധത ഉണ്ട്, നമുക്ക് കേൾക്കാം. പോയപ്പോ അവിടെ ഇവൻ വന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നു. കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഇവനെ ഞാൻ വിളിച്ചു വരുത്തുന്നു, ഫോണിൽ ഞാൻ കാണിക്കുന്നു. എന്നിട്ട് നേരെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു, വാതിൽ ലോക്ക് ചെയ്തിട്ട്. അവിടെ ഒരാൾ ഉണ്ടായി. അത്ര ചേട്ടനുണ്ടായി. അപ്പൊ ഞാൻ കയറുന്നപ്പോ പറഞ്ഞ് എന്താണ് ഫോൺ തരാൻ പറഞ്ഞു. അപ്പൊ തരൂലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അടി അടിച്ചിട്ട് പേടിച്ച് ഫോൺ ചോദിച്ചപ്പോൾ അവൻ തന്നില്ലാന്ന്. ഞാനേ ഒരു റെക്കോർഡർ ഫസ്റ്റ് ഓണാക്കി വെച്ചത്, എന്നിട്ടാണ് ഞാൻ അവൻ്റെ ഫോൺ ചോദിച്ചത്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ഓഡിയോ എന്ന് പറഞ്ഞെങ്കിൽ അവനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ഫ്ലാറ്റിലേക്ക് വരുന്നു. അപ്പോൾ അവൻ ഡോറ് തുറക്കുന്നതിന് മുന്നേ വരെയുള്ള ഓഡിയോ ആട്ടോ. ഇതിനകത്ത് ഇവൻ പറയുന്നത് ഞാൻ ഫോൺ ചോദിക്കുമ്പോൾ അവൻ ഫോൺ തരാനിട്ട് ഞാൻ തല്ലുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റേഷനിൽ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ അവനെ ഫ്ലാറ്റിലേക്ക് പിടിപ്പിച്ചിട്ട് തല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു മുഖത്തും കയ്യിലാണ് ഞാൻ തല്ലിയത്. ഇവൻ പറഞ്ഞു എന്നെ തല്ലി അങ്ങോട്ട് കൂട്ടി അത്ര. കേൾക്കാം. സഫത്ത എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനപ്പോൾ റെക്കോർഡ് ഓണാക്കിയിട്ട് ഫോൺ അവിടെ വെക്കുന്ന തിരക്കിലായിരുന്നേ. കുറ്റി തുറന്നു. ഓക്കെ, നിന്റെ ഫോണും തന്നെ ഇപ്പം തരാം. എന്തെങ്കിലും തല്ലിയത് നിങ്ങൾ സൗണ്ട് കേട്ടോ? ഞാൻ ഫോൺ ചോദിച്ചപ്പോൾ ഫോൺ തന്നു കേട്ടോ. സമയം എത്രയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സമയം എത്രയായാലും നിൻ്റെ സമയം അത്ര ശരിയല്ല. മറ്റേ ഡയലോഗുകൾ. എന്തിനാ ചോദിച്ചത് നിന്റെ അടുത്ത് വീഡിയോ? മേന ചോദിച്ചു അവളുണ്ടോ, കുഞ്ഞ് സേഫാണോ. അന്ന് എന്ത് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞാൻ കാറിൽ നിന്ന് സാധനങ്ങൾ എടുത്തത്. ഞാൻ കാറിൽ നിന്ന് ബാഗ് എടുത്തോണ്ട് പോയപ്പോൾ ഇവിടെ താഴെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാരുണ്ടായില്ലേ? വേറെ ആരൊക്കെ ഉണ്ടായി? ചേച്ചി ഉണ്ടായി. ചേച്ചി ഒറ്റയ്ക്ക് ഒന്നല്ല ബാഗ് എടുത്തേ. വേറെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാരും എൻ്റെ ഡ്രൈവർ ഉണ്ടായില്ലേ? പിന്നെ നാട്ടുകാർ ഫുൾ ഉണ്ടായില്ലേ? ഇതാരും പറഞ്ഞിട്ടാ നീ വീഡിയോ എടുത്തേ? പിന്നെ എന്തിനാ എടുത്തേ? നീ ഇത് ആർക്കൊക്കെ അയച്ചു കൊടുത്തേ? മേനുവിന് അയച്ചു കൊടുത്തില്ല? അയച്ചു കൊടുത്തില്ലേ? ഇതിൽ ഞാൻ അവനെ കാണിച്ചു. പക്ഷെ ഞാൻ മുഖം ബ്ലർ ചെയ്തിട്ട് ഇട്ടത്. കുറച്ച് മാന്യത എനിക്കുണ്ട്. ബാക്കി നമുക്ക് വീഡിയോ കേൾക്കാം. എന്നാലും നമുക്ക് ബാക്കി കൂടി കേൾക്കാം വീഡിയോ. എനിക്കറിയാമായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് കത്തിയത് നീ തന്നെയാണ് എടുത്തു വെച്ചത്. ആ വൈറലായില്ല, ഇന്റർവ്യൂ വരെ കൊടുത്തു. നീ നേരത്തെ നീ എൻ്റെ അടുത്ത് വന്നിട്ട് ടെറസിന്റെ മോള് വ്യൂ ഉണ്ടോ നോക്കിയതാ. അത് അവൻ കുറച്ച് നേരത്തെ എൻ്റെ അടുത്ത് വന്നു, ചേച്ചി ഞാൻ ഒന്ന് മേളിൽ കയറി വ്യൂ ഉണ്ടോ നോക്കിക്കോട്ടെ. ഞാൻ പറയാം മോനെ നീ വ്യൂ ഉണ്ടോ നോക്കിക്കോ. പക്ഷേ അതിന് മുന്നേ ഇവൻ എടുത്തൊരു വീഡിയോ ആണ് എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വരുന്നത്. എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് ഇവൻ വീഡിയോ എടുത്ത് എന്തുകൊണ്ട്? അതെന്തുകൊണ്ട് അമ്മ ചോദിക്കുന്നില്ല? അമ്മയുടെ വീഡിയോ ഞാൻ അനുവാദം ഇല്ലാണ്ട് എടുത്തു എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ മുഖമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഇവൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് വീഡിയോ അയച്ചു കൊടുത്തത്. അതെന്താ റീച്ച് ആവണമെന്നല്ല നീ പറഞ്ഞു? നിന്റെ അമ്മേനെ വാതിലിൻ്റെ ഉള്ളിലേക്ക് ഫോൺ വെച്ചോണ്ടിരിക്കുക.
ഞാൻ കാണട്ടെ നിന്റെ വീട് എവിടെ? ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. കുറച്ച് നേരത്തെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോളൂ, ചേച്ചി ഇൻസ്റ്റയിൽ എന്നെ ഒന്ന് ഫോളോ ആക്കോ, എനിക്ക് റീച്ച് ആവണം, എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യണം. അപ്പം നീ റീച്ച് ആയിട്ടാ സ്പൈക്ക് ഇട്ടാ, നല്ലോണം റീച്ചായി. നിന്റെ അമ്മേനെ ഞാൻ കാണട്ടെ. നിന്റെ വീട് എവിടെ? ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഞാൻ അതൊക്കെ ടെറസിന്റെ മുകളിൽ നോക്കേ. ഇതെന്ത് സംഭവം? ഇത് ഞാൻ ഒറ്റക്ക് വന്ന് കാറിൽ നിന്ന് ബാഗ് എടുക്കണത്. അന്ന് പോലീസുകാർ വന്ന് വാതിലൊക്കെ അലീമ ചോദിച്ചു വീഡിയോ എടുത്ത് തരുമോന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടായിട്ടോ, സഫ ചേച്ചി പറഞ്ഞു, മേനാസ്കൊക്കെ പറഞ്ഞു, അലീമ പറഞ്ഞു, ഞാൻ വെറുതെ എടുത്തതാ. 4 ഇത് ആര് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്? ഇപ്പൊ അലീമ പറഞ്ഞിട്ടായിട്ടോ, പാവം. അലീമ എന്തിനത് പറഞ്ഞ? അവളുടെ വീട് എവിടെ? ഞാൻ വരാം. നിനക്ക് റീച്ച് ആവണോ അല്ലേ? നീ കരയല്ല, ഞാൻ നിന്റെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ജീവിതം വെച്ചല്ലേ കളിക്കണേ. ഇതിലെവിടെ ലല്ലു ഉള്ളത് കൂടാ? ലല്ലു എവിടെ എന്റെ കൂടെ ഉള്ളത്? നിനക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ ഇപ്പൊ പരന്ന് നടക്കണ വീഡിയോ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അവന് കാണിച്ചു കൊടുത്ത വീഡിയോ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അവന് കാണിച്ചു കൊടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ ഫുൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഉണ്ട്, ഓഡിയോയും വീഡിയോ എല്ലാം ഉണ്ട്. ഇതിലെവിടെ ഞാൻ അവനെ തല്ലിയത്, ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഈ ഇൻ്റർവ്യൂവിനകത്ത് അവൻ പറയുന്നത് ഞാൻ അവൻ്റെ ഫോൺ വാങ്ങിച്ചപ്പോഴാണ് അവനെ തല്ലിയെന്നുള്ളത്. ഫോൺ വാങ്ങിച്ചപ്പോൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ തല്ലിയ സൗണ്ട് അവൻ്റെ കരച്ചിലും കേൾക്കായിരുന്നു. സ്റ്റേഷനിൽ അവൻ പറഞ്ഞത്, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ ഒന്നുകൂടി അവനെ ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് തല്ലിയെന്നാണ് അവൻ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ബാക്കി നമുക്ക് പ്ലേ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് വീഡിയോ ഇട്ടതാണ്, എന്നാലും നമുക്ക് ഇതൊന്നുകൂടി പ്ലേ ചെയ്യാം, കാരണം ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടാണല്ലോ. നീ ഒന്നും ചെയ്യണ്ടടാ. മേനു കെഞ്ചി, അപ്പോൾ അവന് ഒരു വട്ടം അയച്ചു കൊടുത്തുള്ളൂ. ഇവൻ പറഞ്ഞു ഞാനാ വീഡിയോ എടുപ്പിച്ചതെന്ന്. ഞാൻ വീഡിയോ എടുപ്പിച്ച് മേനനെ അയപ്പിച്ചതാണ്. ഇതൊക്കെ എൻ്റെ പ്ലാനിങ് ആട്ടോ. നോക്ക്, സഫയുടെ കാമുകന്റെ കൂടെ CCTV പുറത്ത്. ഇതിലെവിടെ എൻ്റെ കൂടെ ലല്ലു ഉള്ളത്? അടിയിൽ വേറെ വീഡിയോയിൽ ലല്ലു നിൽക്കുന്നു, അടിയിൽ വേറെ വീഡിയോയിൽ ലല്ലു, ഇതിന്റെ മുകളിൽ ഞാൻ. ഇതെന്ത് സംഭവം? അവൻ എടുത്തതല്ല അടിയത്തെ വീഡിയോ. അവിടെ നിന്ന് അപ്പം തന്നെ നമ്മൾ വാതിലൊക്കെ പൂട്ടി സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങുന്ന സീനൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉറങ്ങി കിടക്കണ കൊച്ചു. ഈ സമയത്ത് ഇവൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ വേറെ ആരോ അവിടെ ഉണ്ടെന്ന്. അയാൾ അവനെ എന്നിട്ട് കണ്ടുകൂടിയില്ലല്ലോ നമ്മൾ വീഡിയോയിൽ എവിടെയും. ഞാൻ ഒളിപ്പിച്ച് വെച്ചോ ബാത്റൂമിൽ? എനിക്കറിയാൻ പാടില്ലാന്ന് ചോദിക്കുക. ഉറങ്ങി കിടക്കണ കൊച്ചിനെ ഞാൻ എടുത്തോ എന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ കാർ ഇടുന്നേ? ഇവിടെ എൻ്റെ കാർ ഇടുന്ന ഇവിടെ ഞാൻ ഇറങ്ങി. അതിലെവിടെ? ഇതിലേത് ഭാഗത്തെ ലല്ലു ഉണ്ടാവും? ലല്ലു നിന്ന സൈഡ് ഏതാ? അതായിക്കോട്ടെ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവൻ പറഞ്ഞു 2 വീഡിയോ അവൻ തന്നെ എടുത്തതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ പറയുന്നത് ലല്ലുവിൻ്റെ വീഡിയോ അവൻ എടുത്തതല്ല, വാട്സപ്പിൽ അവൻ ആരാ അയച്ചു കൊടുത്തതാണ്. ആരാ അയച്ചു കൊടുത്തതെന്ന് അറിയത്തില്ല. അയച്ചു കൊടുത്തതല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, ഏത് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? കാണിച്ചു തന്നെ. വീട്ടിലറിഞ്ഞ എന്നെ ഇറക്കി വിടുന്നു. ഇറക്കി വിടണമല്ലോ എന്നെ. വീഡിയോക്ക് മുന്നിൽ നിങ്ങളാക്കി നിങ്ങൾ ചെറുതുങ്ങൾ വിചാരിച്ച് തമാശയാണെന്നല്ലേ? നീ വാ. അവളുടെ വീട് എവിടെ? നീ വാ. ആയിക്കോട്ടെ, സാരമില്ല. നിങ്ങൾ 1 ടൈമോ 2 ടൈമോ എന്താ എനിക്കറിയണ്ട. എനിക്ക് നിന്നെ ഫസ്റ്റ് തൊട്ടേ സംശയമുണ്ട്. ഞാൻ ഇതുവരെ നിന്നെ വിശ്വസിച്ചിട്ടില്ല. ഏതാ വീട്? അങ്ങനെ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ അടുത്ത് വന്ന പേരാണ്, ഞാൻ ഒളിച്ചോടി പോയിന്ന്. ഇവ ഫോണിൽ ഇവൻ എനിക്ക് അപ്പോഴേ സംശയമുണ്ട്. ഇവൻ ഈ ഓരോ വീഡിയോസ് കാണിച്ചു
ഇവൻ എനിക്ക് അപ്പോഴേ സംശയമുണ്ട് ഇവൻ ഈ ഓരോ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഇന്നലെ വന്ന വീഡിയോ ആണ്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരാ. ഇന്നലെ വന്ന വീഡിയോ ആണ് ഇതാ സഫയുടെ കാമുകന്റെ കൂടെയുള്ള CCTV. ഈ ചെറുക്കൻ വേറൊരു സ്ഥലത്തേക്കണേ, ഞാനൊരു സ്ഥലത്ത് നിൽക്കണം. ഞാൻ എന്താ കാറിൽ നിന്ന് സാധനം. പോലീസ് വന്ന സീനില്ലേ, അത് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഞാനൊരു ചെറിയ ക്ലിപ്പ് കൊടുക്കാം. വാതിൽ തുറന്ന് പോലീസ് കയറുന്ന ഫ്ലാറ്റിലേക്ക്, ആ സമയത്തെ ഫ്ലാറ്റിൻ്റെ കോലവും ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അധികം ഞാൻ കാണിക്കുന്നില്ല, ചെറിയൊരു ക്ലിപ്പ് ഞാൻ കൊടുത്തേക്കാം. ഇവിടെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് കേൾക്കാം. ഇല്ല, ഇത് വേറെ വീഡിയോ, ഇത് വേറെ വീഡിയോ. എനിക്ക് അപ്പോഴേ ഇത് തോന്നി ഇത് എടുത്തു കൊടുത്തത് ഇവനായിരിക്കും. കാരണം ഇവൻ കുറേ മേനോട് പുറകെടുക്കുന്നുള്ളതാണ്. ഞാൻ കാണിച്ചാൽ ഇവനെടുത്ത് എല്ലാവരും ഉണ്ട്, ഓക്കെ. പക്ഷെ ഇവനെ വീഡിയോ എടുത്തതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവനെടുത്ത് ഇപ്പം അവൻ പറയുന്നത് വീഡിയോ എടുത്തത് ഞാനാന്ന്. ഓക്കെ, കണ്ടാ ഞാൻ ഒറ്റക്ക് വിളിച്ചപ്പോൾ എടുത്തു കൊടുത്തു. കണ്ടാ ഞാൻ ഒറ്റക്ക് അതായിക്കോട്ടെ ചേച്ചി, മേനോ എന്തും വിളിച്ചോട്ടെ, അവര് കൂട്ടുകൂടിക്കോട്ടെ, അതിലൊന്നും എനിക്ക് വിഷയമില്ല. ഇതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പൊ പബ്ലിഷ് ആയിക്കണം. എത്ര വ്യൂസ് ആണെന്നറിയോ? ഇപ്പൊ മീഡിയ ഫുള്ള് ഞാൻ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. എന്റെ മാനസികാവസ്ഥ ഞാൻ ഇവിടെ പോയി പറയും. ആ ചെക്കനോട് പറഞ്ഞതാണ് എൻ്റെ മോൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. ആ ചെക്കൻ ഉദ്ദേശിച്ചത് മെഹനാസിനോടാട്ടോ. എടി അമ്മ, ഞാൻ പറയാം, ഈ ഒരു വീഡിയോ ഇപ്പൊ 16,000 പേരെ കണ്ടേക്കണം. അടുത്ത വീഡിയോ ലക്ഷങ്ങളാണ് ഓരോരുത്തരും കണ്ടേക്കണം. ഇത് ഫുള്ള് എടുത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തം, യൂട്യൂബിൽ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വീഡിയോയിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ, അത് ഈ വീഡിയോയിൽ ഒരു ബന്ധമില്ല. ഇതൊരു വീഡിയോ, ഇത് വേറൊരു വീഡിയോ. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ഒറ്റക്കാ ഫ്ലാറ്റിൽ നിൽക്കണം. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഇതൊക്കെ കാണുമ്പോ. എന്നിട്ട് ഇവൻ പറഞ്ഞത് ഇവന്റെ ഏതൊരു കൂട്ടുകാരി പറഞ്ഞിട്ട് എടുത്തു കൊടുത്തത്. നിങ്ങൾ ഈ തമാശക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ അതൊരു ലൈഫിനാണ് ബാധിക്കുന്നത്. ചെക്കൻ വിളിച്ചു പറഞ്ഞു ഇവൻ്റെ അടുത്ത്. ചെക്കൻ്റെ ഉദ്ദേശം മെഹനാസ് വിളിച്ചു പറഞ്ഞു വീഡിയോ എടുക്കണം. അപ്പം അമ്മ പറഞ്ഞു അത്ര, അത് അവിടെ മോളും കുട്ടി ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞു. നിങ്ങളെ വിചാരിക്കുന്ന പോലത്തെ ഒരു മനുഷ്യന്മാരേ അല്ല ഇവരൊന്നും. എനിക്ക് ഇവരപ്പറ കടയുടെ അവിടെ നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവര് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ ഞാൻ ഒറ്റക്ക് കാറി വന്ന സാധനം എടുക്കുമ്പോ വീഡിയോ എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഞാൻ കൊച്ചിനെ നുണ പറഞ്ഞ് കൊണ്ടുവരാം, സ്റ്റേഷനിൽ നുണ പറഞ്ഞ് കൊണ്ടിരിപ്പിക്കാം. അമ്മക്ക് നല്ല പെടയാണ് വെച്ചു കൊടുക്കേണ്ടത്. ഞാൻ തല്ലിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കാനാ തോന്നി തുറണം. ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബാഗ് എടുത്ത് കയ്യും പിടിച്ച് പോകണമെങ്കിൽ അവന് വീഡിയോ എടുത്ത് ഇട്ടോട്ട് ഒരു വിഷയമല്ല. ഇത് ഞാൻ സംശയമല്ല, നമ്മൾ ഓൾറെഡി എന്നെ തല്ലി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നതാണ്. എന്നിട്ട് ഇവിടെ ഡോറ് ഫുള്ള് തല്ലിപ്പൊട്ടിച്ചിട്ട് ഞാൻ പോലീസുകാരന്മാരെ വിളിച്ചിട്ട് തുറപ്പിച്ചിട്ട് ഞാൻ കയറിയതാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിനെ മേളിൽ വെച്ചിട്ട് ഞാൻ ബാഗ് എടുത്ത് പോണ സീനാണ്. ഇവരെല്ലാവരും കണ്ടതാണ്, പോലീസിലെ ആൾക്കാർ മൊത്തം നാട്ടുകാർ ഫുള്ള് അവിടെ നിൽക്കണേ ഞാൻ കണ്ടതാണ്. ഇത് പറയുകയും ചെയ്ത് ആരും അവനായിട്ട് കൂടണ്ടെന്ന് പറയുന്നത്. കൂടായിരുന്ന അത്രയൊക്കെ കാണിച്ചിട്ട് അവൻ ആ വീഡിയോ എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പോണേ വീഡിയോ എടുത്ത് ഇടുമ്പോൾ ആയിക്കോട്ടെ അമ്മ വിളിച്ച് പറഞ്ഞോട്ടെ, അതല്ല ഇവൻ എന്തിനാ അയച്ചു കൊടുത്തത്? അതെനിക്ക് ചോദിക്കാനുള്ളൂ. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങണല്ലേ. ഇപ്പൊ ഞാൻ ബാഗ് എടുത്ത് വല്ല ചെക്കൻ്റെ അടുത്തേക്ക് പോകണമെന്നുള്ള രീതിക്കല്ല അവരാക്കണേ. എക്കത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിന്ന അമ്മ മോനെ ഞാൻ തല്ലിന്ന് പറഞ്ഞിട്ടാണ് പരാതിയായിട്ട് എന്നെ വിളിക്കുന്നത് സ്റ്റേഷനിൽ നിന്ന്. ഇപ്പൊ തമാശക്ക് അയച്ചു കൊടുത്തു, പക്ഷെ അവര് തമാശക്ക് എടുക്കൂല. വൺസായിട്ട് ഇവൻ പറഞ്ഞ വൺസായിട്ട് അയച്ചു കൊടുത്തേ. എടാ നീ അത് വിശ്വസിച്ചിട്ട് കാര്യമില്ല. മേനൊക്കെ പറഞ്ഞു ഒരിക്കലും ഇടൂലെന്ന് പറഞ്ഞിട്ട് ഇവൻ വൺസായിട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടോ. പാവം. എന്നെ അമ്മാതിരി തല്ലിക്കൂട്ടിയ ആൾ ഇനി ഒറ്റക്ക് നിക്കണേന്റെ അല്ലേ? ഈ ഉറങ്ങിക്കിടന്ന പൈതലെടുത്തിട്ട് ഞാൻ ഇപ്പൊ വന്നത് അറിയാൻ വേണ്ടി. ഇതിപ്പോ ഇട്ട വീഡിയോ ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് എപ്പോഴേ തോന്നി ഡൗട്ട്. അതാണ് ഞാൻ ഇവനെ വിളിച്ചത് ഒന്ന് വരണമെന്ന്. എനിക്കറിയാം ഇവന്റെ ഫോണിലുണ്ടാവുന്നു. ഇവൻ സ്റ്റെപ്പ് കയറുന്ന അടക്കം വീഡിയോ എടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് വാതിലടക്കം വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ബ്ലോക്ക് ആക്കടാ നീ എന്ന് അമ്മ എന്നെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ച രാവിലെ ഇവനെ കൊണ്ട് പപ്സ് പിടിപ്പിച്ച
ഇവനോട് ദേഷ്യം കാണിക്കണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇവരൊക്കെ കൂടി ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ളത്. പൈസ കൊടുത്തിട്ടായിരിക്കണം ഇവരിങ്ങനെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുക, അല്ലാതെ ഇവർ ചെയ്യത്തൊന്നുമില്ല. അതൊക്കെ ഓക്കെ അമ്മ, പക്ഷെ ഇതൊരു തമാശക്ക് പോലും. റിപ്പോർട്ട് അടിച്ചാളയാൻ അണ്ട് അമ്മക്ക് ഫോണിനെ പറ്റൊന്നും അറിയത്തില്ല. തമാശക്ക് പോലും നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് അത്ര വലിയ കാര്യം നോക്കാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഇടുന്ന ആളെ നിനക്കറിയില്ല, എത്ര റീച്ച് നമുക്കുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ. എടാ നീ ആരെ വിശ്വസിക്കണേ? ഇവരെല്ലാരും വിശ്വസിക്കും പൊട്ടനാണ്. ഓൾറെഡി തല്ലുപിടിച്ച് പുള്ളി പോയി. ഞാൻ എൻ്റെ വീട്ടിലും എല്ലാ പ്രശ്നങ്ങളായിരിക്കുന്നതാണ് ഇവർ. ഇനിയിപ്പോൾ അവിഹിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞു പോയെന്ന് പറയാലോ. എനിക്ക് അവിഹിക്കാൻ ആവശ്യമില്ല ജീവിതത്തിലേക്ക്. അത് കേട്ടില്ലേ? ഓക്കെ, നമുക്കിനി ഇൻ്റർവ്യൂവിലേക്ക് കടക്കാം. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ലല്ലോ. മാനു പഠിപ്പിച്ചു, മാനുവിനെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്ന സഫ പറയിപ്പിച്ചിട്ടാണ്. ഇതൊക്കെ ഞാൻ അമ്മേനെ അഭിനയിപ്പിച്ചതാണ്. അമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. ഫുഡ് വെച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞപ്പോ മേടിച്ചിട്ട് നോക്കിയിട്ട് എന്താണ് പറഞ്ഞ് എന്താണ് തരാൻ പറഞ്ഞു. അപ്പൊ തരൂലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അടി അടിച്ചിട്ട് മേടിച്ച് മേടിച്ചിട്ട് നോക്കിയിട്ട് എന്താണ് പറഞ്ഞ് എന്താണ് ഇനി ഞാൻ പറഞ്ഞല്ലോ പറയണോന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ച്. ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് ഞാൻ പറയണ പോലെ പറയണം. നിങ്ങൾ വീഡിയോയിൽ കേട്ടായിരുന്നോ ഞാൻ പറയണ പോലെ പറയണമെന്ന് പറഞ്ഞത്? പറയണത് അടിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് അതുപോലെ വീഡിയോ എടുത്തു. അതെ, വീട്ടിൽ പറഞ്ഞില്ല. ഞാനപ്പോൾ വീട്ടിലേക്ക് പോയത് പിന്നെ എൻ്റെ പ്രേതമാണല്ലോ. എടി 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 കള്ളത്തി, സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദക്ക് പറഞ്ഞു കൊടുക്കടി കള്ളിച്ചി. ഇങ്ങനെയല്ലേ നീ എന്നെ വിളിക്കാറ്? ഒരു മനസ്സുഖം. എടി മാങ്ങാത്തലച്ചി, സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദക്ക് പറഞ്ഞു കൊടുക്കടി. എൻ്റെ മുന്നത്തെ വീഡിയോ നീ കേട്ടതല്ലേ, നീ അതിന് റിയാക്റ്റും ചെയ്തല്ലോടി. ഇത്ര മീറ്റർ അകലത്തിലാണ് നമ്മ നിന്നേന്ന്. അപ്പോൾ നിനക്ക് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലേ? മാങ്ങാത്തലച്ചി, നോമ്പായി പോയി. തട്ടനൊക്കെ ഇട്ട് എന്ത് തട്ടനിടായിരുന്ന മോള് ഇതിനകത്ത് തട്ടനിട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നോമ്പ് മാസത്തിൽ തട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ വന്നതല്ലേ. പബ്ബിലൂടെ നടക്കുന്ന അവ ഭീഷണിപ്പെടുത്തി. വീട്ടിൽ ആരോടും പറയരുത്, ഞാൻ പറഞ്ഞത് തന്നെ പറയണം. എന്താണ് മെഹനാസിനോട് പോലും പറയരുത്, മെഹനാസ് അറിയണ്ട ഈ കാര്യം. വീട്ടിൽ പറഞ്ഞ അമ്മേനെ കൊല്ലുമെന്ന് പറഞ്ഞു. അമ്മേനെ കൊല്ലും അത്രേ? ഞാൻ കൊല്ലാണെങ്കിൽ വേറെ ആരൊക്കെയോ കൊല്ലണ്ടേ? നിങ്ങളെ കൊന്നിട്ട് വേണോടെ എനിക്ക്? എടി മണ്ടത്തി, നീ അല്ലാണ്ട് ഇവന്മാരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂവിൽ എടുത്തോ? ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇതിന്? വിവരമുണ്ടോ? ഈ വീഡിയോ എടുക്കുമ്പോൾ അവൻ്റെ ഫേസ് ഒക്കെ അറിയാവുന്നതാണ്, പക്ഷെ ബ്ലർ ചെയ്തിട്ടൊക്കെയാണ്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കണ്ടത് അവൻ്റെ കണ്ണ് ഇങ്ങനെയൊക്കെ പോണത്. ഈ പറഞ്ഞ വീഡിയോ എടുത്തല്ലോ, ഈ സംഭവം ഇറങ്ങുന്ന ദിവസം സംഭവം മുകളിൽ നടന്നു. അതിന് ലല്ലു ആ വീടിന്റെ അടുത്ത് മോൻ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ലല്ലുവിനെ അന്നത്തെ ദിവസം കണ്ടായിരുന്നു. ലല്ലുവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? എന്താ സംസാരിച്ചത്? ഞങ്ങള് ചോക്കോബാർ അടിക്കാൻ പോണിരുന്നു. അപ്പൊ ലല്ലു പറഞ്ഞ് എന്താണ് വാ ചോക്കോബാർ അടിച്ചാന്ന് പറഞ്ഞു. നിങ്ങളെ പറ്റിക്കുന്നത് ചോക്കോബാർ വാങ്ങിച്ചത്? ചോക്കോബാർ വാങ്ങിച്ചു തന്നായിരുന്നോ? ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ വാങ്ങിച്ചത്? എന്തിനും സംസാരിച്ചായിരുന്നോ? വീഡിയോ എടുക്കുന്ന കണ്ടായിരുന്നോ ലല്ലു? കണ്ടെന്നോ അറിയത്തില്ല. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടോന്ന്. അപ്പോൾ ഇവൻ നേരത്തെ പറഞ്ഞു ഇവൻ വീഡിയോ എടുത്തിട്ടില്ല, എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ വന്നൊരു വീഡിയോ ആണ്, അങ്ങനെ ഡൗൺലോഡ് ചെയ്തതാണ്. അങ്ങോട്ട് കൂടെ കൂട്ടി മുട്ടുന്നില്ലല്ലോ മോളെ. ചോക്കോബാർ മേടിച്ചാൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വീഡിയോ കാണിക്കുന്നോ അല്ലെങ്കിൽ ഇതാരുടെയും പറയുന്നോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞു. ലല്ലുവിനോട് പറഞ്ഞത് വീഡിയോ എടുത്തില്ലാന്ന്. അപ്പോൾ വാ മേടിച്ചു തരാന്ന് പറഞ്ഞത്. എന്തുവാടേ? ചോക്കോബാർ മേടിച്ചു തരാം. അത് കഴിഞ്ഞപ്പോഴേലും സഫേനെ ലല്ലുവിനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ട് കണ്ടില്ല. കണ്ടിട്ടില്ല. വീണ്ടും പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഈ സംഭവം നടന്നുകൊണ്ട്. അതായത് ഈ വീഡിയോ അറിയാൻ രണ്ട് ആൾക്കാരെന്തെങ്കിലും വന്ന് പറഞ്ഞു. എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ പറയും എന്താണ് വീഡിയോ എടുക്കുമോ ഞങ്ങളെ വൈറലാക്കുമോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും.
അതായത് കുറെ കളിയാക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നതാണ്. ആ അതെ. സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സ്കൂളിൽ പോകുമ്പോ വന്ന വഴി പോകണം എല്ലാരും ചോദിക്കും എന്നോട്. ആണ് ഫേസ് കാണിച്ചില്ലെങ്കിലും നീ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. വീടിന്റെ പരിസരത്തോടെ സൗണ്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് അവനെ മനസ്സിലായിക്കോളും. ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ടില്ല, അവൻ്റെ സൗണ്ട് നല്ല ഫേമസ് ആയിട്ടുണ്ടാവും. പിന്നെ എടയപ്പുറംകാർക്ക് ഒരു പുതിയൊരു സ്പൈക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീട്ടില് അമ്മയും ചേച്ചിയൊക്കെ എന്താ പറഞ്ഞത്? അവൻ ചേച്ചിനും പറഞ്ഞിന് അമ്മയുടെ ചേച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു. ഈ അടിച്ച കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ അവിടെ ഉണ്ടായത് അമ്മയല്ല. ഓക്കെ, അപ്പോൾ അമ്മ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീട്ടിലുണ്ടായത് ആരാന്ന് അവനെ ഒന്ന് പറഞ്ഞു തരട്ടെ എന്തായാലും. അടിച്ചാലും പറഞ്ഞപ്പോ വീട്ടിൽ എന്താ പറഞ്ഞത്? അപ്പൊ തന്നെ കേസ് കൊടുത്തു. കേസ് കൊടുത്തു. അതായത് സഭയ്ക്കെതിരെ കേസ്. എത്രാം തീയതിയാണ് കേസ് കൊടുത്തത്, എത്രാം തീയതിയാണ് വീഡിയോ എടുത്തതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഫെബ്രുവരി 19 കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞെങ്കിൽ 4-ാം തീയതി ആട്ടോ. 4-ാം തീയതി വെച്ചിട്ട് 12 ദിവസം മുന്നേ നോക്കുമ്പോൾ 20-ാം തീയതിത്തേക്കാണ് വരുന്നത്. അതായത് ഫെബ്രുവരി 20-നാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കെതിരെ ചേച്ചി മകനെ തല്ലിയെന്നുകൊണ്ട് പരാതി ആലോചിച്ച് സിഐക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു പയ്യനെ തല്ലിയായിരുന്നോ? ഗൈസ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് 28-ാം തീയതിയാണ്, ഫെബ്രുവരി 28. അവർ പറയുന്നത് ഇവർ വീഡിയോ കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ട് കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടമ്മ ഇത്രയും ലേറ്റാക്കിയത് കേസ് കൊടുക്കാൻ? സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിരുന്നു. എന്തുകൊണ്ട് ഞാൻ തല്ല് ദിവസത്തിന് പിറ്റേന്ന് കൊടുത്തില്ല കേസ്? ഇത്രയും ദിവസം എന്തിനു ലേറ്റാക്കി? കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും എന്ത് പറഞ്ഞ പരാതി കൊടുത്താൽ തല്ലിയെന്ന് പറഞ്ഞിട്ട് അപ്പം സഫ വന്നാലോ സ്റ്റേഷനിൽ? സഫ സ്റ്റേഷനിൽ വന്നു. ഞാൻ വരാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. സഫ പറഞ്ഞ് തല്ലിയിലായിരുന്നു കല്യാണം. അത് ഞാൻ പറഞ്ഞതാ, ഞാൻ തല്ലിയില്ല. ഇവനെ ശരിക്കും ഒരു തല്ല് കൊടുക്കണമായിരുന്നു. അപ്പം അമ്മയുടെ ഡയലോഗ് എന്താണെന്നറിയോ പറഞ്ഞേ? അപ്പം നിൻ്റെ കൈ ഞാൻ വെട്ടുമെന്ന്. അപ്പം ഞാൻ ശരിക്കും തല്ലിയെന്ന് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് എൻ്റെ കൈ വെട്ടാൻ വന്നില്ല? അന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാക്കിയൊരു കഥയാണ്. ഇവർ പറഞ്ഞു കൊടുത്ത കഥയാണോ എന്ന് എനിക്കറിയില്ല. സ്ക്രിപ്റ്റ് ഇവരുടെ വകയായിരിക്കും എന്തായാലും. പോലീസിന്റെ മുന്നിൽ നിന്ന് കള്ളം പറഞ്ഞോ? തല്ലിയില്ല തല്ലണമായിരുന്നോ? എന്തുവാടേ? ഇവൾക്കെതിരെ കേസ് കൊടുത്തോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. കാരണം CI അടക്കം ഇവളെ വിളിച്ചതാ മോളെ സ്റ്റേഷനിലേക്ക് വരാൻ. അഹങ്കാരി വന്നിട്ടില്ല. കേസ് കൊടുത്തിട്ട് കേസ് പരിഹരിക്കാനോ അല്ലെങ്കിൽ പിൻവലിക്കാനോ അങ്ങനെ എന്തെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിയില്ല, അമ്മക്കറിയാം. അമ്മക്കറിയുള്ളൂ, കാരണം ആ സ്ക്രിപ്റ്റ് അവനൊക്കെ അറിയത്തില്ല. വീട്ടിലോട്ടേക്ക് എന്താണ് തീരുമാനിച്ചിരുന്നത്? അവിടെ ഇപ്പൊ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത്. അപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ സംഭവം ഇറങ്ങിയോണ്ട് വാടക അവര് ഓണർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഓണർ പറഞ്ഞ് സഫയോടൊപ്പം മേനോടൊപ്പം കൂട്ടുകയാണെങ്കിൽ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. സഫയോടൊപ്പം കൂട്ടുകൂടി കൊണ്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതായത് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞ സാഹചര്യത്തിലാണോ നിൽക്കുന്നത്? ഇവക്ക് തന്നെ ചോദ്യം ചോദിച്ചിട്ട് അവന്റെ ഉത്തരം കേട്ടിട്ട് ചിരി വരുന്നുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇപ്പൊ കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ അതോ കേസ് പിൻവലിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊണ്ടുപോയി കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെയുണ്ടായിരുന്നു? അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അവന് സ്ക്രിപ്റ്റ് അടുത്ത് പറഞ്ഞു കൊടുക്കാനായിരിക്കും കേട്ടോ. പറയാൻ പറ്റുമോ? സ്റ്റേഷനിലെന്ന് വെച്ചാല് അമ്മയോട് പറഞ്ഞ് അതെന്താണ് നീ തല്ലിലായിരുന്നു ഒന്നുകൂടി തല്ലണമായിരുന്നു പറഞ്ഞു. അമ്മയോട് പറഞ്ഞ് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. എന്ത് കാണിച്ചു കൊടുക്കാൻ? ഒന്നുമില്ല കാണിച്ചു കൊടുക്കാൻ. ഇത് ഞാൻ പറഞ്ഞത് നേരാ. തല്ലിയിട്ടില്ല, ഇവനിക്കൊരു തല്ല് കൊടുക്കണമായിരുന്നു. നിങ്ങൾ തല്ലിന്ന് പറഞ്ഞ കേസ് കൊടുത്തു, ഇല്ല കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആയിരുന്നെങ്കിൽ ശരിക്കും കൊടുത്തിട്ടാണ് ഇവർ കൊടുക്കണമെങ്കിൽ ഒരു അന്തസ്സ് ഉണ്ടായിരുന്നു. കൊടുക്കണമായിരുന്നു തന്നെ ഞാൻ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തി അതറിയില്ല. അറിയാണ്ട്. അതെ, അമ്മയടുത്ത് അറിയാണ്ട് എടുത്തത്. അതിനെതിരെ കേസ് കൊടുക്കാമെന്ന് മോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അറിയാണ്ട് എൻ്റെ വീഡിയോ എടുത്തതോ?
അന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞതാ ചെറിയ ചെക്കനാണ്, കേസ് കൊണ്ടേ കൊടുക്ക്, ചൈൽഡിലോ കേസ് കൊടുക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാതിരുന്നതാ. എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എൻ്റെ ഫ്ലാറ്റിലൊക്കെ എൻ്റെ അനുവാദം ഇല്ലാണ്ട് വീഡിയോ എടുത്ത് വന്നതൊക്കെയോ. അപ്പം മോന്റെ കേസ് എടുക്കാത്തത് ആക്ച്വലി 18 വയസ്സിന് താഴെ ഉണ്ടല്ലേ കേസ് എടുക്കാത്തത്. അപ്പൊ എങ്ങനെ കേസ് കൊടുക്കാനാ പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന്? എവിടെ? കോടതി പോയിട്ട് ഡയറക്റ്റ് കേസ് കൊടുത്തു. അവനെന്തോ പറഞ്ഞു, അത് കറക്റ്റായില്ല. അപ്പോൾ മോള് പറഞ്ഞു കൊടുത്തു കോർട്ടിൽ പോയിട്ടെന്ന്. ഓക്കെ, സംഭവം സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? അടിച്ചു കഴിഞ്ഞിട്ട് സ്റ്റേഷനിലൊക്കെ അറിയാൻ വേണ്ടി സംസാരിക്കാതെ അങ്ങനെ എന്തെങ്കിലും വന്നോ? സോറി ഒന്നും പറഞ്ഞില്ല? ഇതുവരെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട്? സോറി പറയേണ്ട കാര്യമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇത്രയും തെളിവുകൾ ഇട്ടിട്ട് ഞാൻ തല്ലിയെങ്കിൽ നിനക്കത് പറയാം. കാണാറില്ല. ഇത് പുറത്തിറങ്ങാറില്ല. അല്ല, പ്രശ്നമുള്ള ഇറങ്ങാറുണ്ട് ഇടക്കിടക്ക്. ഏതൊരു വാഗനറില്ലേ മേഹനോട് പണ്ടത്തെ യൂബറിന്റെ വണ്ടി, ആ വണ്ടിയിൽ ഏതൊരു ചേട്ടൻ വന്ന് കൂട്ടാറുണ്ട്. എൻ്റെ മോനെ, എൻ്റെ വണ്ടി എത്ര ദിവസമായിട്ട് ആലുവയിൽ വെറുതെ കിടന്നറിയോ ഓടാണ്ട്. വാഗനറിൽ കൂട്ടാൻ വരാറുണ്ട്. ഓ എടാ നീ എന്തിനാ ആക്ച്വലി വീഡിയോ എടുത്തത്? സഫ വന്നിട്ടാണ് വീഡിയോ എടുത്തത്. എന്നിട്ട് സഫ തന്നെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് സഫ തന്നെ വന്ന് തല്ലി. സഫ പറയണോ ഭീഷണിപ്പെടുത്തി അമ്മേനെ കൊല്ലും, അത് ഞാൻ പറയണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പഠിക്കും. സഫ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു. ആ കുട്ടി, ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ലേ, ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ആര് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്? ഇതാര് പറഞ്ഞിട്ട് നീ വീഡിയോ എടുത്തേ? പിന്നെ ആക്ച്വലി വീഡിയോ എടുത്തത് സഫ പറഞ്ഞിട്ട്, കുട്ടി പറഞ്ഞിട്ട് വീഡിയോ എടുത്തു, മെഹനാസ് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു. ഓക്കെ, പേടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ആരും ചേട്ടനോടുണ്ടായി. അതറിയില്ല. ഇവൻ പറയുന്നത് ഫ്ലാറ്റ് വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട് ആ ചേട്ടൻ എന്തെങ്കിലും അതിൽ സംസാരിക്കുന്നുണ്ടോയെന്ന്. സംസാരിക്കുന്നില്ല, അങ്ങനത്തെ ഒരാളില്ല. പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് തല്ല? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. കുറച്ച് ബോധമുള്ള ചോദ്യം കുട്ടിയെടുത്ത് ചോദിക്കാം കേട്ടോ. പിന്നെ എന്നെ തല്ലിക്കൂട്ടിയ ആൾക്ക് ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണോ? ഞങ്ങളൊന്ന് വിളിച്ച് മേനസിന്റെ ഫോൺ സഫ എടുത്ത് എൻ്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. പോലീസിനെ വിളിച്ചപ്പം മൈനാസിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും എൻ്റെ പേരിലുള്ള ഫോണാണ്. ഞാൻ വേണമെങ്കിൽ തെളിവിന് ജസ്റ്റ് ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. എൻ്റെ നമ്പറിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫോണാണ്, ഞാൻ തന്നെയാണ് EMI അടക്കുന്നതും. അപ്പോൾ അതെൻ്റെ ഫോണാണ്, മൈനാസിൻ്റെ ഫോൺ. അവനൊരു ചാൻസ് ഇല്ല. ഫോൺ എടുത്തിട്ട് പോയപ്പോൾ ഞങ്ങൾ വിളിച്ച്, അപ്പോൾ ലാപ്ടോപ്പ് മാത്രമേ ഉള്ളല്ല, ഞങ്ങളുടെ നിന്ന് വിളിക്കാൻ വേണ്ടി എടുത്തിട്ട് കുറെ വിളിച്ച് ചോദിച്ചു എനിക്ക് വിശക്കണ് വല്ലതും മേടിച്ചു. അന്നത്തെ ദിവസം എൻ്റെ അടുത്ത് ഫുഡ് മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി വാങ്ങിച്ചു, അതിൻ്റെ കൂടെ ഗോളി സോഡ വരെ വാങ്ങിച്ചിട്ട് ഞാൻ ആ സ്പോട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. ഇവ പറയുന്നത് കുറേ എന്നെ വിളിച്ച് കെഞ്ചിയിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതെന്ന്. വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞെങ്കിൽ തല്ലിക്കൂട്ടിയ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണത് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മനസാക്ഷിക്കാണ് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. രണ്ടുപേരില്ല, ആ ചേച്ചി അങ്ങോട്ട് പോയി, വീട്ടിലോട്ട് പോയി. കഴിഞ്ഞ മാസം ഡിസംബർ ആണെന്ന് തോന്നുന്നു. ഫെബ്രുവരി ആണോ അല്ല ജാനുവരി ആണെന്ന് തോന്നുന്നു. ജാനുവരി ആണോ അല്ല ഡിസംബർ ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഓർമ്മയില്ല പാവത്തിന്. ചെക്കനെ ഞാൻ കാണുന്ന 2 ആഴ്ച മുന്നാണ്. ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ലേ, ഞാൻ വരുന്ന സമയത്ത് ഇവർ യൂണോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഇവനീ പറയുന്നത് കേട്ടോ.
ഷാസ് പറഞ്ഞിട്ടില്ല, സഫാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെറിച്ചിറങ്ങുന്ന ടൈപ്പായിരുന്നു, അങ്ങനെയൊക്കെ തെറിച്ചിറങ്ങുന്ന ടൈപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവൾ പറഞ്ഞു കൊടുത്തു കല്യാണം കഴിഞ്ഞപ്പോൾ ഒതുങ്ങി. സ്വയം ആരെങ്കിലും പറയുമോ ഞാൻ ഇങ്ങനത്തെവളാന്ന് മറ്റവളാന്നൊക്കെ? എന്തുവാടേ? ആ തോന്നുന്നുണ്ട്. ബുദ്ധിമുട്ടായിട്ട് തോന്നണമല്ലോ, കയ്യിലിരിപ്പിന്നെയാ. ഞാൻ തെറ്റിയായിരുന്നല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല, ഇവൻ്റെ കള്ളങ്ങൾ ഇപ്പം നമുക്ക് പൊളിച്ചടക്കിയല്ലോ. ഇനിയിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല, നാട്ടിൽ നല്ലോണം തല ഉയർത്തി നടക്കാട്ടോ. അതത്രേ ഉള്ളൂ. നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തല്ലിയിട്ടുണ്ടെങ്കിൽ നീതി അവന് നല്ലോണം കിട്ടും. നാട്ടിലിറങ്ങി നല്ല തലയുയർത്തി നടക്കാൻ പറ്റും. കള്ളത്തരം പറഞ്ഞിട്ട് കള്ളിച്ചി നീ പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കണം. അവിടെ നിൻ്റെ കൂടെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു വ്യക്തി ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാൾ കൂടി നല്ല രീതിക്ക് ചെക്കന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കായിരുന്നു. ഇതാകെ കുളം തോണ്ടിയിട്ടുള്ളത്. എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു ഇത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഇവന് തല ഉയർത്തി ഞാൻ തല്ലിയതിനും ഞാൻ വീഡിയോ എടുപ്പിച്ചതിനും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചതിനും ഒക്കെ ഇവന് നീതി കിട്ടട്ടെ. ഓക്കെ, ബൈ.